ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ വക ഞാൻ തന്നെ വരച്ചൊരു ഡ്രോയിങ് അവർക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അച്ഛനും അമ്മയ്ക്കും സർപ്രൈസായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുറങ്ങാൻ വേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ ഡ്രോയിങ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴാണെങ്കിലും വരയ്ക്കാറുണ്ട്. ഞാൻ ഈ ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ചില ടൈമിൽ ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റാവും, ചില ടൈമിൽ മാറ്റം വരും. ഡ്രോയിങ് കംപ്ലീറ്റ് ആയി നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, എവിടേക്കോ ഒരു ശരിയാവാത്ത പോലെ. ഈ ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഏകദേശം 1:15 ആയിട്ടുണ്ടായിരുന്നു ടൈം. ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ചെയ്യുന്ന ഡ്രോയിങ് എല്ലാം ഏകദേശം ശരിയാവാറുണ്ട്. ഇതെല്ലാം അങ്ങനെ ശരിയായതാണ്. പക്ഷേ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കണ്ടേ. എന്തായാലും തുടങ്ങി, അപ്പോൾ പിന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്ചർ വരച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഒന്ന് പാളിയതോടെ പിന്നെ എത്ര വരച്ചിട്ടും അത് അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെയായിരിക്കും, ചിലപ്പോൾ എല്ലാം ശരിയാവും, ചിലപ്പോൾ ഒന്നും ശരിയാവില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു തോന്നുന്നു എനിക്കൊന്ന്. വേറെ എന്തൊക്കെ ശരിയായിട്ടുണ്ടെങ്കിലും ഫേസിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലത്തിടുന്ന പേപ്പറുകളുടെ എണ്ണവും കൂടി കൂടി വന്നു. പിന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി, ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ്ങിന് ഫേസ് വേണ്ട. കാര്യം എന്താണെന്ന് മനസ്സിലായ പോരെ അല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുക. ഫേസ് ഓക്കെ ആയിട്ടില്ലെങ്കിലും ബാക്കിയെല്ലാം ഏകദേശം ഓക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നൈറ്റ് നല്ല ലേറ്റ് ആയപ്പോഴാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കിയത്. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ഓക്കെ ആയി. നെക്സ്റ്റ് ഡേ ഒരു സ്റ്റുഡിയോയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. 2 ഫ്രെയിം എനിക്ക് കാണിച്ചു തന്നെ, ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് ഗിഫ്റ്റ് പാക്കറ്റ് ആക്കി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർ കാണാതെ എടുത്തു വെച്ചതിന് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്ത് കൊടുക്കാം. എല്ലാ വർഷവും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഇവർക്ക് ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഔട്ടിങ്ങിനൊക്കെ പോകണതായിരിക്കും ഈ വർഷത്തെ ഗിഫ്റ്റ് എന്നായിരുന്നു ഇവരുടെ മൈൻഡിൽ നിന്ന് എനിക്ക് ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ മനസ്സിലായി. കാരണം ഇങ്ങനെ ഞാൻ ഒരു ഡ്രോയിങ് ചെയ്ത് കൊടുക്കുമെന്ന് ഇവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലാന്ന് മുഖത്തത്തെ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വരച്ച് ഗിഫ്റ്റ് ചെയ്ത ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.